ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. കിഴങ്ങ് ചീവി എടുത്താൽ നമുക്ക് വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. എന്നും രാവിലെ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, അപ്പമൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പൊട്ടാറ്റോ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ഉണ്ടാവും. നല്ല വലിയ പൊട്ടാറ്റോ ആണ്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചീവിയെടുക്കണം. ഇപ്പോൾ പൊട്ടാറ്റോ ചീവി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തത്, ഉള്ളിലെ ജെല്ലൊക്കെ കളഞ്ഞെടുക്കണം. അത് കുറച്ച് മതിയാകും കേട്ടോ, കൂടുതൽ എടുക്കരുത്. പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും നമുക്ക് ആവശ്യം പോലെ എടുക്കാം. അതുപോലെ അണിയൻ റിങ്സും എടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് മതിയാകും. പിന്നെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം 3 സ്ലൈസ് മതി, അല്ലെങ്കിൽ 2 സ്ലൈസ് കൊണ്ടും ഉണ്ടാക്കാം. 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് വേണമെങ്കിൽ 3 എണ്ണം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഞാനിവിടെ ഷെഡാർ ചീസ് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. മോസറല്ല ചീസ് വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ചിരകിയ കിഴങ്ങ് പാനിൽ നിരത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം അരികിൽ വിട്ടുകിടക്കുന്നതൊക്കെ ഒതുക്കി വയ്ക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുക. കിഴങ്ങിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നല്ലതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഉപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യാം. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ പാനിൽ നിന്ന് വിട്ട് കിട്ടും. ആ പാകം വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒരു ലിഡ് എടുത്തിട്ട് എണ്ണ തടവി ഇതൊന്ന് മറിച്ചെടുത്തിട്ട് തിരിച്ചിടാം. സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ടാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലിഡിൽ കമഴ്ത്തി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ബ്രെഡ് 2 സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അരികിൽ നിന്ന് കുറച്ച് നീക്കി വേണം എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ബ്രെഡ് ബാക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ബ്രെഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ബ്രെഡ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ മുട്ട ഉപയോഗിക്കേണ്ടി വരും. ഇനി ഈ നിരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലോട്ട് ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് കുറേശ്ശെ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ഇതിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് ഇപ്പോൾ ചേർത്താൽ മതി. നമ്മൾ അവസാനം കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് ചേർത്ത് കൊടുക്കാം. ചീസിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ ചീസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർക്കാം. ഞാനിപ്പോൾ എടുത്ത ചീസിൻ്റെ പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് വളരെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നിരത്തി വെച്ച് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഇറങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് ചേർത്താൽ മതിയാകും. അണിയനും അതുപോലെ തക്കാളിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കവും അണിയനും കൂടി നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വളരെ നേരിയതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉള്ളിലെ ജെല്ലെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തത്. ഇനി വളരെ നേരിയതായി കട്ട് ചെയ്ത പച്ചമുളക് അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും. ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പച്ചമുളക് ചേർക്കുന്നത്. ഇനി വെജിറ്റബിളിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചീസിന് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ബാക്കി
മാറ്റി വെച്ചിരുന്ന ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ചീസിന് പകരം ചീസ് സ്ലൈസസും വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നനവ് വരാതിരിക്കാനാണ് സോസൊക്കെ കുറച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി തൂവാം. കുരുമുളക് പൊടി ചേർത്താൽ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. പിന്നെ എരിവിനും കൂടിയാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ താഴെ ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ ചൂടാക്കാം. ഓവൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് പാനിലും അടപ്പിലും ചെയ്യുന്നത് കൊണ്ട് താഴെ കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകമാകുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. അപ്പം നന്നായിട്ട് ഇത് പാകമായിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. കരിയാതെ നോക്കണം. ബേസായിട്ട് നമ്മൾ കിഴങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അല്പം നനവ് കൊണ്ട് തന്നെ അത് കുതിർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ നനവുള്ള ഐറ്റംസൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് കട്ട് ചെയ്യേണ്ടത്. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗം നല്ലതുപോലെ വിട്ട് കിട്ടുന്നത് വരെ കത്തുകൊണ്ട് നല്ലതുപോലെ വരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ പിസ്സ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഇതുപോലെ സോസൊക്കെ ചേർത്ത് കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. പൊട്ടറ്റോയും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ബേസായിട്ടുള്ള പിസ്സ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്